ഓക്കെ തൻസിയ, വെൽക്കം ടു അവർ അവോദാസ് കരിയർ ടോക്ക് സെക്ഷൻ. ഓക്കെ, നമ്മുടെ അവോദയിൽ ഏത് കോഴ്സാണ് ഇപ്പൊ ചെയ്യുന്നത്? ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഇന്റേൺഷിപ്പിന് കയറി 2 ദിവസത്തിനുള്ളിലാണ് എനിക്ക് ജോബ് ആയത്. ആണല്ലേ? ഓക്കെ. പെട്ടെന്ന് ഒരു ജോബ് നോക്കുന്നതാണെങ്കിൽ അവോദ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. എനിക്ക് ആദ്യം ഭയങ്കര ഫേക്ക് ആയിരിക്കും അങ്ങനെയൊക്കെ വന്ന് കയറിയതാ. പക്ഷെ പെട്ടെന്ന് ജോബ് കിട്ടിയപ്പോ ഞാൻ പെട്ടെന്ന് ഇതായി പോയി. ഞാൻ കോഴ്സ് കഴിഞ്ഞ് ഇന്റേൺഷിപ്പിന് കയറി 2 ദിവസത്തിനുള്ളിൽ എനിക്ക് ജോബായി. ആണല്ലേ? അപ്പോഴത്തേക്ക് എനിക്ക് ഇതുപോലെ എനിക്ക് എടുത്തു പറയേണ്ട കാര്യം മുഫീദ മാം ആണ്. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് വേണ്ട പറ്റത്തില്ല എന്നൊക്കെ വിട്ടു പോയപ്പോഴും ഇല്ല നോക്ക്, ഓൺലൈൻ അല്ലേ നിന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് നിർത്തി. ഡയറക്റ്റ് ജോബ് അല്ലെ ഇന്റേൺഷിപ്പ് നമുക്ക് പിന്നെ ആണെങ്കിലും ചെയ്യാം, അങ്ങനെ കയറിയതാ. ഇപ്പൊ ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുവാണ്. ആണല്ലേ? ഓക്കെ. ഏത് ആദ്യം ഫ്രണ്ട് കോഴ്സായിരുന്നു? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണോ ജോയിൻ ചെയ്തത്? അതെ അതെ ഹോസ്പിറ്റൽ ആദ്യം മാനേജ്മെന്റ്. ഒരു കോളേജ് ആ, ഫ്രണ്ട് പറഞ്ഞു. ഓഫീസായിട്ട് ഇപ്പം കായംകുളം എബിനേസർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. ആഹാ, ഓക്കെ. ഓക്കെ, നമ്മുടെ കോഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കോഴ്സ് ലൈവ് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. നമുക്ക് ഡൗട്ട് ക്ലിയറൻസ്, അതുപോലെ നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണല്ലോ. നമുക്ക് ഒരു വട്ടം ക്ലാസ് കേട്ടാൽ തന്നെ എല്ലാം മലയാളത്തിലാണ്, നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ. എത്ര നാളും കൊണ്ടാണ് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയത്? 3 മന്ത് കോഴ്സും 3 മന്ത് ഇന്റേൺഷിപ്പും ആയിരുന്നു. എനിക്കൊരു 2 മന്ത് മതിയായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ കംപ്ലീറ്റ് ആയി, ക്ലാസ് ഒക്കെ കേട്ടു. ഓക്കെ. ഇടയ്ക്ക് ഡൗട്ട് എന്തെങ്കിലും വന്ന് ലൈവ് സെഷൻ എന്തെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ലൈവ് ഞാൻ അങ്ങനെ കേറിയിട്ടില്ല. മലയാളമാണ്, നമുക്ക് ഒരു വട്ടം ക്ലാസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും നമുക്ക്. ആണല്ലേ? ഓക്കെ. ഓക്കെ, നമ്മുടെ ജാപ്പ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ജാപ്പ് സെക്ഷൻ. ജാപ്പ് ഞാൻ കുറെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ വരുന്ന എല്ലാം ദൂരെയായിരുന്നു. പിന്നെ നമ്മുടെ അടുത്ത് നോക്കി അങ്ങനെ കിട്ടി. ജാപ്പ് നല്ലൊരു എക്സ്പീരിയൻസ്. അടുത്ത ഇന്റർവ്യൂവിന് പോകുമ്പോ ആണെങ്കിലും നമുക്കൊരു കോൺഫിഡന്റ് ഉണ്ടാവും, ഇത്ര കുറെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ. ഓക്കെ, ജാപ്പ് കഴിഞ്ഞപ്പോ മോക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അതിലൊന്നും ഞാൻ അങ്ങനെ കേറിയിട്ടില്ല. കോഴ്സ് കഴിഞ്ഞ് ഒരു 1 വീക്ക് 2 വീക്കിനുള്ളിൽ എനിക്ക് ഇന്റേൺഷിപ്പ് ആയി. അത് കഴിഞ്ഞ് ഡയറക്റ്റ് എനിക്ക് ജോബായി. ആണോ? ഇന്റേൺഷിപ്പ് ആദ്യം എവിടേക്കായിരുന്നു? ഈ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു, SN ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത്. അവിടെ ഞാൻ 2 ദിവസമേ നിന്നിട്ടുള്ളൂ. അപ്പോഴത്തേക്കായിരുന്നു ഇതുപോലെ Placement ആണല്ലേ? അപ്പം ജോബല്ലേ കേറിക്കോ, ഇന്റേൺഷിപ്പ് നമുക്ക് എപ്പോ വേണേലും ചെയ്യാമല്ലോ. ഓക്കെ. ഓക്കെ, പ്ലേസ്മെന്റ് ഇപ്പോ കേറിട്ട് എത്ര നാളായി? ഇപ്പം അവിടെ ഞാൻ ആദ്യം കയറിയത് ഒരു കോളേജിലായിരുന്നു ഫ്രണ്ട് ഓഫീസ് ആയിട്ട്. അവിടെ 2 മന്ത് വർക്ക് ചെയ്തു. ഇപ്പം ഒരു ഹോസ്പിറ്റലിലാണ്, 1 മന്ത് ആവുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പം എങ്ങനെയുണ്ട് അവിടെ? ഇപ്പൊ എത്ര ദിവസമായിട്ടുണ്ട്? ഇപ്പം ഈ ഓഗസ്റ്റ് 18 ആകുമ്പോ ഹോസ്പിറ്റലിൽ കയറിയിട്ട്. ഓഗസ്റ്റ് അതിന് 18 മുമ്പ് ആവുമ്പോ 1 മന്ത് ആവും. 1 മന്ത് ആവും അല്ലേ? എങ്ങനെയുണ്ട് ചെന്ന് കയറിയപ്പോ? അവിടുത്തെ അറ്റ്മോസ്ഫിയർ, കൊളീഗ്സ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ആദ്യം ഭയങ്കരയോ ഒന്നും അറിയത്തില്ല അങ്ങനെ. പക്ഷെ പിന്നെ 1 വീക്ക് കഴിഞ്ഞപ്പോ നമ്മൾ ഓൾറെഡി എല്ലാം ഓക്കെ ആയി. ഇത്രേ ഉള്ളൂ എന്ന് മനസ്സിലായി. ആണല്ലേ? ഓക്കെ. ഓക്കെ, അപ്പൊ എങ്ങനെ ഇവിടെ പെയ്ഡ് ആണോ? സാലറി പറഞ്ഞിട്ടുണ്ടോ? അതെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇന്റേൺഷിപ്പ് നമ്മള് എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഞാൻ ഓർത്ത് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസും ആകും അങ്ങനെ. പക്ഷെ കുഴപ്പമില്ലാത്ത സാലറി ഉണ്ട്. ഓക്കെ, എത്രയാണ് ഇപ്പൊ ഇവിടെ സാലറി പറഞ്ഞേക്കുന്നത്? ഇപ്പൊ 10 ആദ്യം നിന്നെടുത്ത് 10 ആണ്. ഇപ്പം 12 കിട്ടും. ഓക്കെ. 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 ഓക്കെ, അപ്പൊ ഒരു മന്ത്ലി 12 കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ. ഓക്കെ തൻസിയ, എന്തായാലും നമ്മുടെ ക്ലാസ്സസ് ഒക്കെ അപ്പം തൻസിയക്ക് ഓക്കെ ആയിരുന്നല്ലോ? ഓക്കെ. ആദ്യം അവോദിയെ പറ്റി കേട്ടായിരുന്നു? ആദ്യം ഞാൻ റേഡിയോളജിക്ക് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ ഒരു നോട്ടീസ് വഴിയാണ് എനിക്ക് അവോദയെ പറ്റി അറിയാവുന്നത്. പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോ അങ്ങനെ മുഫീദ മാമിന് മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ വേണ്ട, തട്ടിപ്പായിരിക്കും, ഓൺലൈൻ അല്ലേ എന്നൊക്കെ പറഞ്ഞ് വിട്ടതാ. പിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് പറ്റില്ല, ഭയങ്കര പാടായിരിക്കും, അങ്ങനെയൊക്കെ നിന്നതാ. പിന്നെ മാം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ. ഇത് പെട്ടെന്ന് എല്ലാം ഓക്കെ ആയപ്പം വീട്ടിലെ സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു? വീട്ടില് ഇത്ര പെട്ടെന്നൊക്കെ ജോലിയായോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കും ആദ്യം ഭയങ്കര ഒരു ഓൺലൈൻ കോഴ്സ് കൊണ്ട് പെട്ടെന്ന് ഒരു ജോബ് ആകുമോ അങ്ങനെയൊക്കെ. ആണല്ലേ? ഓക്കെ. തൻസിയുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടോ? എന്റെ 2 കസിൻസ് ഇപ്പം ജോയിൻ ആയി. അവര് റിവൈവ് ലൈഫ് കെയർ ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതെന്റെ ഹസ്ബൻഡ് കസിൻസ് ആണ്. ഇപ്പം എന്റെ ഒരു ഫ്രണ്ട് ഇന്ന് ജോയിൻ ആയി. അങ്ങനെ എനിക്ക് ജോലി കിട്ടിയോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് ആൾക്കാർ. ആണല്ലേ? ഓക്കെ. ഓക്കെ. ഓക്കെ തൻസി, എന്തായാലും നമ്മളൊരു ഫീഡ്ബാക്ക് സെക്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ അവോദിയിലേക്ക് ഇതുപോലെ തന്നെ റിവ്യൂസ് കണ്ട ഒരുപാട് സ്റ്റുഡൻസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് അടുത്ത് തൻസിക്ക് എന്താ നമ്മുടെ അവോദിയെ പറ്റി, അവോദിയുടെ കോഴ്സിനെ പറ്റി പറയാനുള്ളത്? എല്ലാം നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അല്ലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒത്തിരി അങ്ങനെ പഠിക്കാൻ ഒന്നുമില്ല. നമുക്കറിയാവുന്ന
നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ പെട്ടെന്ന് ഒരു ജോലി ആഗ്രഹിക്കുന്നവർ ആണെങ്കിൽ അവബോധ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ ഓക്കെ, ക്ലാസ്സുകളെല്ലാം അപ്പൊ ഓക്കെ ആയിരുന്നല്ലോ. ഓക്കെ ഓക്കെ തൻസി, എന്തായാലും ഒരുപാട് നന്ദി കേട്ടോ, നമ്മൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചതില്. വളരെ നന്ദി കേട്ടോ.